നമസ്കാരം. 9 ന്യൂസ് പ്രേക്ഷകർക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ശബരിമല അയ്യപ്പന്മാർക്ക് ദാഹജലം നൽകുന്ന ഒരു ട്രസ്റ്റുണ്ട്. ദാഹജലം മാത്രമല്ല, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ട്രസ്റ്റാണ്. പല സ്ഥലങ്ങളിലായി, കേരളത്തിന് പുറത്തും. ആ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി അജയ് കുമാർ, അദ്ദേഹത്തിനെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ആ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ്. നമ്മോടൊപ്പം അദ്ദേഹമുള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്, അതായത് കളർകോട് ഉള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഈ ട്രസ്റ്റിൻ്റെ രൂപീകരണവും ഈ ട്രസ്റ്റിലേക്ക് വരുന്നതും? ഈ ട്രസ്റ്റിലേക്ക് വരുന്നത്, ആദ്യകാലത്ത് ഞാൻ അയ്യപ്പ ഭക്തിയോടുള്ള ഭഗവത് മാസപൂജയ്ക്ക് തൊഴാൻ വരുന്ന സമയത്ത് നമ്മുടെ ശബരിമല, നമ്മുടെ ഭസ്മക്കുളത്തിനോട് ചുക്കോളപ്പര ശ്രീഭൂതനാഥ ട്രസ്റ്റിൽ അവിടെ കൊരമ്പാല ശങ്കരപിള്ള സ്വാമി, പിന്നെ അഡ്വക്കേറ്റ് ഗോപിനാഥൻ സാറ്, പിന്നെ ആ സമയത്ത് ഈ പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് അടൂരിലുള്ള ഒരു ചന്ദ്രപിള്ള സ്വാമിയാണ്. അദ്ദേഹം ഹിന്ദി വിദ്വാനിലെ ഏറ്റവും വലിയ അന്നത്തെ കാലത്ത് ആദ്യമായിട്ട് ഹിന്ദി വിദ്വാൻ പാസ്സായ സ്വാമിജിയാണ്. സ്വാമിജിക്ക് അയ്യപ്പ ഭക്തനാണ്. അദ്ദേഹത്തിന് ഒരു 70-75 വയസ്സോളം ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇവരുടെ ആ നിസ്വാർത്ഥമായ സേവനം കണ്ടുകൊണ്ട് അവിടെ ഇവര് ചുക്കുവെള്ളം തയ്യാറാക്കി കൊടുക്കും. അവിടെ ഞാൻ ഇവരുടെ കൂടെ കൂടും. സൗജന്യമായിട്ട് അവർ ഇന്നും കൊടുത്തുകൊണ്ടിരിക്കും. അവരുടെ കൂടെ കൂടി അവർ ഇങ്ങനെ പ്രവർത്തനങ്ങൾ ഇവർ കാണുമ്പോൾ ഞാനും അയ്യപ്പ ഭക്തിയിലുണ്ട് അവിടെ വന്ന് ഇങ്ങനെ പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. ചെയ്ത് ആ സമയത്ത് ഈ 2005 മുതലേ സന്നിധാനത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടുവരുന്നു. ആ സമയത്ത് 9 മുതൽ ഞങ്ങളും ഈ ഗുരുവായൂർ, ഏറ്റവും കൂടുതൽ മണ്ഡലകാല സീസൺ സമയത്ത് ഗുരുവായൂർ, ചോറ്റാനിക്കര, തൃപ്പറയാർ, കൂടൽമാണിക്യം ഇങ്ങനെ കയറി എരുമേലി വഴിയാണ് അയ്യപ്പന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ സംഘടന രൂപീകരിക്കാതെ തന്നെ ഞങ്ങൾ ഗുരുവായൂർ കേന്ദ്രീകരിച്ചുകൊണ്ട്, അന്നത്തെ കാലത്ത് ഗുരുവായൂർ കേന്ദ്രീകരിച്ച് തൃപ്പറയാർ ഭാഗങ്ങളിലും കൂടൽമാണിക്യവും ചോറ്റാനിക്കരയും ഒക്കെ ഞങ്ങൾ ഈ അയ്യപ്പന്മാരുള്ള അയ്യപ്പ ഭക്തി കണ്ടുകൊണ്ട് കയ്യിൽ നിന്ന് തന്നെ ആരുടെയും പിരിവിടാതെ തന്നെ ഞങ്ങൾ അന്നദാനവും ഇവർക്ക് വേണ്ട മെഡിസിനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കും. ആ സമയത്ത് ഇവർക്ക് എന്തെങ്കിലും വണ്ടിയോ എന്തെങ്കിലും എവിടെയെങ്കിലും ബ്ലോക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ ഈ കൂട്ടായ്മയുടെ ഫലമായിട്ട് ഓടിച്ചെന്ന് അവരെ ഞങ്ങൾ സഹായിച്ച് ഞങ്ങൾ വിടും. അത് കഴിഞ്ഞ് ഞങ്ങൾ മണ്ഡല സീസൺ വരുന്ന ഇവരുമായിട്ട് ഒന്നാം ട്രസ്റ്റിൽ അവിടെ വന്ന് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഒരു സംഘം രൂപീകരിക്കണം എന്ന് മനസ്സിൽ തോന്നിയത്. അങ്ങനെ ഈ ചന്ദ്രപിള്ള സ്വാമിയോടും കൊരമ്പാല സ്വാമിയോടും ഒക്കെ സംസാരിച്ചു. അപ്പൊ ഇതിൽ പ്രവർത്തിച്ചുകൂടെ പേര് വരുന്നത് ഈ ഹരിഹരപുത്ര എന്നുള്ള പേര്, ഹരിഹരപുത്ര എന്ന പേര് വരാനുള്ള കാരണം, അങ്ങനെ സംസാരിച്ച് ഈ നമ്മുടെ അന്ന് റിട്ടയർഡ്, ഈ ആദ്യകാലത്ത് റിട്ടയർഡ് SP കോമകുമാർ സാറിന്റെ അച്ഛനാണ് വിമോചനാനന്ദ സ്വാമിജി. നമ്മുടെ ആദ്യകാലത്ത് സന്നിധാനത്ത് ഈശ്വരൻ നമ്പൂതിരിയുള്ള സമയത്ത് തന്നെ സന്നിധാനത്ത് ആദ്യകാലത്ത് ഹരിരാശ്രം പാടി അദ്ദേഹം അന്നൊക്കെ പറയുന്നു. അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് മുന്നോട്ട് അത്ര അറിയില്ല. അപ്പൊ സ്വാമിജി ഒരു കാര്യമാണ്, സ്വാമിജിയാണെന്ന് ഇന്ത്യയിൽ ആദ്യം തന്നെ വെള്ളിനാട്ടിലോട്ട് ഒരു അയ്യപ്പ ക്ഷേത്രം കാശിയിൽ പണിയുന്നതും. അങ്ങനെ ആ സമയത്ത് ഈ കരമന SP കോമകുമാർ സാറിന്റെ, ഞാൻ ഈ സ്വാമിജിയെ കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകും. അദ്ദേഹത്തിന്റെ അച്ഛൻ ഇങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ അയ്യപ്പ ഭക്തിയിൽ ഓടി നടക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരും ഒക്കെ സംസാരിച്ച് നമുക്കൊരു സംഘം രൂപീകരിക്കാം. അങ്ങനെയാണ് 2012 ഞങ്ങള് ഈ സംഘം ശബരിമല 18 പടിയിൽ അവിടെ ചെറിയ രീതിയിൽ മീറ്റിംഗ് കൂടുകയും ഞങ്ങൾ അതിനൊരു ഏകദേശ രൂപം കൊടുക്കുകയും 2013 മെയ് മാസം ഇതിന് ഞങ്ങൾ നമ്മുടെ ആവുദാശ്രമം കൊട്ടാരക്കര രാമാനന്ദ സ്വാമിയും സച്ചിദാനന്ദ സ്വാമികളുടെയൊക്കെ ഉപദേശം തേടി റോയൽ പ്ലാസ കായംകുളത്ത് വെച്ച് ഇതിന് ഞങ്ങൾ ശ്രീ ഹരിഹരപുത്ര ധർമ്മപരിപാലന സഭ എന്ന ട്രസ്റ്റ് രൂപീകരിക്കുകയും ആ ട്രസ്റ്റിന്റെ ആദ്യത്തെ ചുമതല വഹിക്കുന്നത് കണ്ടമാനം ശബരിമലയിലേക്ക് അയ്യപ്പന്മാരെ കൊണ്ടുവരുന്ന 2 സ്വാമിമാരുണ്ട്. ഒന്ന് ശ്രീ വിനോദ് സ്വാമി, അദ്ദേഹം തലശ്ശേരിയാണ്. പിന്നെ അന്ന് ശ്രീ ഇടത്തട്ട വത്സരാജ്, അദ്ദേഹം ഈ സംഘത്തിന്റെ അവിടുത്തെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിന്റെ RSSന്റെ വലിയൊരു പ്രചാരകനാണ്. കൂടാതെ വിശ്വന്ത് പരിഷത്തിന്റെ ഒക്കെ ഈ അയ്യപ്പ കൂട്ടായ്മ കൊണ്ട് ഞങ്ങൾ എല്ലാവരും സ്വരൂപിച്ച് മറ്റുള്ള ബോംബെയിലുള്ള ഗുരുസ്വാമിമാരുടെയും കൊളത്തൂർ ഗുരുസ്വാമി, കമ്പക്കുടി കൊളത്തൂർ ഗുരുസ്വാമി, ബാലസുബ്രഹ്മണ്യർ, ഇവരെല്ലാം കണ്ട് സംസാരിച്ച് ഞങ്ങളൊരു സംഘം
രൂപീകരിക്കാം എന്നങ്ങനെ അയ്യപ്പ ഭക്തിയോടെ ശ്രീ ഹരിഹരപുത്ര ധർമ്മപരിപാലന സഭ രൂപീകരിച്ചു. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ശബരിമല ചുക്ക് കാപ്പി അല്ലെങ്കിൽ ചുക്കുവെള്ളം കൊടുത്തു കഴിഞ്ഞു, ഇങ്ങനെ കൊടുക്കുന്നു. പിന്നെ അടുത്ത വർഷമുണ്ട്, എല്ലാ വർഷവും മുടങ്ങാതെ കൊടുക്കുകയാണ് തീർച്ചയായിട്ടും. അതിനുശേഷം അവിടുന്ന് ശബരിമല ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആദിവാസി ഊരിലും അല്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള എങ്ങനെയൊക്കെയാണ് ഈ ക്ഷേമ പ്രവർത്തനം? തീർച്ചയായിട്ടും 2013 മുതൽ ഞങ്ങൾ മാളികപ്പുറത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഞങ്ങൾ ദേവസ്വം ബോർഡുമായിട്ട് സഹകരിച്ചാണ് ഞങ്ങൾ ചുക്കാപ്പി കൊടുത്തുകൊണ്ടിരുന്നത്. അത് വൈകുന്നേരം 6 മണി മുതൽ പുലർച്ചെ 7 മണി വരെ. അപ്പോൾ ഇടതടവില്ലാതെ വരുന്ന 11 മണി നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ കടകൾ ഇതൊക്കെ അടിച്ചാൽ പിന്നെ ദേവസ്വം ഒന്നും കിട്ടുന്നില്ല. ഈ ചുക്കുകാപ്പി വളരെ ഗുണമാണ്. എല്ലാവർക്കും ക്യൂവിൽ നിൽക്കുന്ന അയ്യപ്പന്മാർക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിനും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും ഞങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കും. ആ പകലില്ലാതെ ഞങ്ങളുടെ വാളണ്ടിയേഴ്സ് വന്ന് പിന്നെ ക്ലീനിങ് പ്രവർത്തനം, അന്നദാന മണ്ഡപത്തിൽ ക്ലീനിങ് പ്രവർത്തനത്തിനും ചപ്പ് ചുവടൊക്കെ എടുക്കാൻ ഞങ്ങൾ മറ്റുള്ള സന്നദ്ധ സംഘടനകളൊപ്പം ഞങ്ങൾ സഹകരിക്കും. എല്ലാ സന്നദ്ധ സംഘടനകളും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നു. അവരുടെ കൂടെ ഭാഗമായിട്ട് തന്നെ ഞങ്ങളും പ്രവർത്തനം ചെയ്തു വരുന്നു. അല്ല, ഞാൻ ചോദിച്ചതിന് പുറത്ത് വെളിയിലേക്ക് വരും. വെളിയിലേക്ക് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഞാനിവിടെ വന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ കണ്ടപ്പോൾ ഒരുപാട് പഞ്ചായത്തുകളിലേക്ക് മാറുന്നു. അപ്പൊ അതിനെ കുറിച്ച് എന്താണ്? വെളിയിലേക്ക് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അട്ടത്തോട് നമ്മുടെ പൊന്നമ്പലമേട് സത്രം ഭാഗത്തേക്ക് അവിടെ കിടക്കുന്ന ആദിവാസി മേഖലയിൽ കിടക്കുന്ന ഒരുപാട് മൂപ്പന്മാർക്കൊക്കെ അവർക്ക് ഒരു അന്നദാനത്തിലുള്ള വകകൾ പലവ്യഞ്ജനങ്ങൾ എത്തിച്ചു കൊടുക്കുക. പിന്നെ ഇവർക്ക് മഴക്കെടുതി ഇങ്ങനെയുള്ള വരുന്ന സമയത്ത് ഓടിയെത്ത് ഹരിഹരപുത്ര ചെയ്ത് അവരുടെ ഊരുകളിൽ ചെന്ന് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും, അതുപോലെ തന്നെ അട്ടത്തോട് സ്കൂളിൽ വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ആകെ ഇങ്ങോട്ട് വരുമ്പോൾ മുളക് വീടുകൾ, അന്ന് നമ്മുടെ കളക്ടർ സാർ നുവ സാറിന്റെ നിർദ്ദേശപ്രകാരം ഒരുപാട് സഹായങ്ങൾ അവർക്ക് വേണ്ട കൃഷിക്ക് വേണ്ട സാധനങ്ങളും അവരെ മുന്നോട്ട് കൊണ്ടുവരാനും, ദൈനംദിന ജീവിതത്തിൽ അവർക്ക് ഈ എപ്പോഴും സേവനം മേടിച്ചുകൊണ്ടിരിക്കാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ നമ്മൾ പുനരുദ്ധരിച്ച് അവരെ നമ്മൾ സേവനം മേടിക്കാത്ത രീതിയിൽ കൊണ്ടുവരാനുള്ള ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഞങ്ങൾ വീണ്ടും ഇനി അങ്ങോട്ട് ഞങ്ങൾ മുന്നോട്ട് തുടർന്നു കൊണ്ടുപോവുക തന്നെ ചെയ്യും.